ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് കുറച്ച് സന്തോഷത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഒരിക്കലും ഇത്രയും കാത്തിരുന്നൊരു മൂവി കണ്ടിട്ടില്ല. ദൃശ്യം 3 കണ്ട കഥയാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ദൃശ്യം 3 റിലീസാവുന്നു കേട്ടപ്പോൾ തന്നെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഫസ്റ്റ് ഡേ ഷോ തന്നെ കാണണമെന്ന്. പക്ഷേ അത് നടക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അന്ന് ഓഫീസിൽ പോയി തിരിച്ചു വന്നിട്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഓഫീസിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പം കെട്ടിയോ വിളിച്ചിട്ട് പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് 11 മണിക്കാന്ന്. ഞാൻ അപ്പോൾ ആലോചിച്ചു, ദൈവമേ പിറ്റേ ദിവസം ഈ ഓഫീസുണ്ട് എങ്ങനെ ചെയ്യും? പക്ഷേ ദൃശ്യം 3 അല്ലേ, ലാലേട്ടനെ കാണാനല്ലേ, നമ്മൾ പോവാതിരിക്കുമോ? ഇല്ല, പോയി. എന്നത്തെ പോലെ തന്നെ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനാണ്. എവിടെയാണ് ഷോ നടക്കുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത്. ഇതിനിടയ്ക്ക് 2 കുട്ടിപ്പട്ടാളങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പണി തരാൻ അവരെക്കാട്ടിലും വലിയ വേറെ ആരുമില്ല. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് വളരെ ആർഭാടപരമായിട്ട് പോകാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വീണ്ടും പണി കിട്ടിയത്. ഈ പിള്ളേർക്ക് മുട്ടായി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ തന്നെ പൊട്ടിച്ചു കൊടുക്കണം. ഒരാൾക്ക് പൊട്ടിച്ചു കൊടുത്താൽ പോരാ, 2 പേർക്കും പൊട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ആ പണിയൊക്കെ കിട്ടി അവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത പണി കിട്ടുന്നത്. 2 പേരും നല്ല ആസ്വദിച്ച് മുട്ടായി കഴിക്കുന്നതിനിടയ്ക്ക് ഒരാളുടെ മുട്ടായി താഴെ പോയി. ഇതേ കണ്ടില്ലേ, താഴെ പോയി കഴിഞ്ഞാൽ ഒരാളുടെ കൊടുക്കുമ്പോൾ അതുമില്ല, മറ്റേ ആൾക്ക് അതൊട്ട് വേണം താനും. ഈ തിരിഞ്ഞു നോട്ടം കണ്ടു, ആര് ഈ പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ നോട്ടത്തിൻ്റെ അർത്ഥം. എന്ത് ചെയ്യാൻ അല്ലേ?